ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ളൊരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. 2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൈ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. എല്ലാ സാധനങ്ങളും എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സായി കിട്ടുകയുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. ആ വെള്ളത്തിൽ ആദ്യം കൈ ഒന്ന് കുത്തിയതിന് ശേഷം വേണം ഓരോ ഉരുളകളാക്കി എടുക്കാനായിട്ട്. ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. വലിയ ബോൾസാക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ചെറുതാകുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു കോട്ടിങ് വേണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിയിൽ ഓരോന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കാം. കൂടുതൽ അരിപ്പൊടി ആവാതെ ശ്രദ്ധിക്കുകയാണ് നല്ലത്. കൂടുതൽ അരിപ്പൊടി ആയാൽ നമ്മൾ ഈ എണ്ണയിലിടുമ്പോൾ ആ എണ്ണ വെള്ള കളറിലായി വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടുള്ളൂ. ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത്. അതേപോലെ ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. തീ കുറച്ച് വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. മീഡിയം ഫ്ലെയിമിലും കുറച്ച് കൂടുതലായിട്ട് തന്നെ വെക്കുക. അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2-3 ട്രിപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അരിപ്പൊടിയിൽ കോട്ടിങ് ചെയ്തതുകൊണ്ട് എണ്ണയൊന്നും തീരെ പിടിക്കുന്നില്ല. നന്നായിട്ട് മുരിഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസോ ചട്നിയോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്